ഹലോ കൂട്ടുകാരെ, കൃപാസ് വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് രണ്ട് പ്രത്യേകതകളുണ്ട് കേട്ടോ. മഞ്ഞ ഇല്ലിയും മഞ്ഞ ഈറ്റയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മഞ്ഞ ഇല്ലി നമുക്ക് ആട്ടുംകൂടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൊള്ളാം. അതുപോലെ മഞ്ഞ ഈറ്റ ഇവിടെ നമ്മൾ പറമ്പിൽ നട്ടുവെച്ചാണ്. മുളച്ചത് വലുതായിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാൻ പോകാം. ഇതാട്ടോ നമ്മൾ മഞ്ഞ ഇല്ലി നിൽക്കുന്നത്. കുറേ ഉണ്ട് കേട്ടോ. നട്ടുവെച്ച് പിടിപ്പിച്ചതാണേ. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മളിതും കൊണ്ട് ആട്ടുംകൂടൊക്കെ പണിയാം. നിൽക്കുന്ന പറഞ്ഞാൽ മൂത്ത ഇല്ല കേട്ടോ, നല്ല മൂത്ത ഇല്ല. ബാക്കി മൂത്ത് വരുന്നുള്ളൂ. ഉണ്ടോ ഇവിടെ ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ, പച്ച കളർ ഡിസൈൻ. നല്ല രസമാണ്. കാറ്റൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ ഈ ഇല്ലി വെട്ടിയിട്ട് ആട്ടുംകൂടൊക്കെ പണിതിട്ട് ഒരു വർഷമൊക്കെ നമുക്ക് നിൽക്കും. നനയാതെ വെക്കുവാണെങ്കിൽ ഇല്ലി കൊണ്ട് കൂടുണ്ടാക്കി കഴിഞ്ഞാൽ നനയാതെ സൂക്ഷിക്കണം. നനയാതെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു വർഷം മിച്ചം നമുക്ക് ഈ ഇല്ലിയിൽ ആട്ടുംകൂട് ഉണ്ടാക്കി നിർത്താം. അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇല്ലി ഉപയോഗിക്കാം. മഞ്ഞ കേട്ടോ, മഞ്ഞ കളർ ഇല്ലി. നല്ല ഡിസൈനല്ലേ. ഓക്കെ, മഞ്ഞ വര, മഞ്ഞയിൽ പച്ച കളറ്. ഈ വർണ്ണത്തിൽ പച്ച ഡിസൈൻ കൂടുതലുണ്ടെന്ന് ഉണ്ടോ. 1 2 3 4 അപ്പുറ സൈഡിലും ഉണ്ടെന്ന്. മൊത്തം വരെയുള്ള. പക്ഷേ ഏണിയായിട്ടൊന്നും ഉപയോഗിക്കാൻ കൊള്ളില്ല. ഈ കമ്പ് നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. അങ്ങനെയൊന്നും കിട്ടുകയില്ല. പക്ഷേ ഇല്ലി ലാസ്റ്റിന് തൂമ്പ് മുറുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതിന് മുള കയറി വരുന്ന കേട്ടോ. ചിലത് നല്ല കല്ലനില്ലി പോലെ നല്ല മുഴുത്ത വണ്ണമുള്ള ഇല്ലിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നിൽക്കുന്ന പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ വണ്ണമുള്ള അല്ലേ, വണ്ണമുള്ള ഇല്ല. ഇല്ലിയും കൊണ്ട് തൂണ് നാട്ടിയിരിക്കുന്ന കേട്ടോ. ചെറിയൊരു ഷെഡ് പോലെ ഇവിടെ അടിച്ചു കൂട്ടിയതാണ് ഇത്. ഉണങ്ങിയ നല്ല സ്ട്രോങ് ഉള്ള സാധനം കേട്ടോ. അത് നല്ല ഇല്ല. അടുത്തതായിട്ട് നമ്മുടെ മഞ്ഞ ഈറ്റ കേട്ടോ. സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള പച്ച ഈറ്റയല്ലേ, തോട്ടിക്കും മറ്റുള്ള കാര്യങ്ങൾക്കും പന്തൽ കെട്ടാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പച്ച ഈറ്റയല്ലേ. ഇത് നമ്മുടെ ഒരു അയലക്കത്ത് ഒരു ചേട്ടൻ്റെ പറമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ കൊണ്ട് നട്ടുപിടിപ്പിച്ചു കേട്ടോ. ഇതാണ് മഞ്ഞ ഈറ്റ. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നല്ല തോട്ടിക്കൊക്കെ കൊള്ളാമെന്ന് തോന്നി. ഞാൻ തോട്ടിയായിട്ട് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇത് അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ നല്ല രസം തോന്നിയിട്ട് ഞാൻ അവിടുന്ന് ഒരു ഒരു മുള എടുത്തുകൊണ്ട് നട്ടതാണ്. ഇത് വണ്ണമുള്ളൊരു കാമ്പ് കയറി വരുന്നു, വണ്ണമുള്ളൊരു മുള കയറി വരുന്ന കേട്ടോ. ഇത് മഞ്ഞ ഈറ്റ. ഇത്ര നാളും ചെറുതായിരുന്നു, ചെറിയ കമ്പുകളായിരുന്നു. ഇതിപ്പം നട്ടിട്ട് ഒത്തിരി നാളായില്ല, 6 മാസം വെച്ചോ ഒക്കെ ആയുള്ളൂ. ഈറ്റ, മഞ്ഞ ഈറ്റ. നല്ല രസമായിട്ടോ കാണാൻ. ഇത്ര ഹൈറ്റ് ഉണ്ട്. ഞാൻ ആദ്യം 1 2 ഈറ്റ വെട്ടിയായിരുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റ് കാരണം അത് ചാഞ്ഞു പോയി. ഇച്ചിരി മണ്ണിലേക്ക് ആഴത്തിലേക്ക് ഇറക്കി നട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇത് കുഞ്ഞി കമ്പുകളാട്ടോ ഇവിടുത്തെ. ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്ന 2 3 ഞാൻ വെട്ടി. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ മഞ്ഞ ഇല്ലിയിൽ പച്ച വര എന്ന് പറഞ്ഞാൽ മഞ്ഞ ഈറ്റയിൽ പച്ച വരയുണ്ട് കേട്ടോ. ഇതും വരയാ. ഒരു മുട്ട് മുതൽ അടുത്ത മുട്ടിൻ്റെ അവിടം വരെ. നല്ല രസമുണ്ട് കാണാൻ. കാഴ്ചയ്ക്ക് ഉള്ളത് മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊള്ളാമെന്നറിയില്ല. ഞാനിത് എനിക്കിഷ്ടപ്പെട്ടപ്പം കൊണ്ട് നട്ടുവെച്ചാൽ, നമ്മുടെ പറമ്പിൽ തന്നെ നട്ടുവെച്ചാൽ വീടിൻ്റെ അടുത്ത്. നല്ല രസമുണ്ട് കാണാൻ. പിടിച്ചു നോക്കിയിട്ട് കട്ടി കുറവാണ്, കട്ടി കുറവുള്ള സാധനമാണ്. പക്ഷേ നല്ല ഹൈറ്റുണ്ട് ഈറ്റയ്ക്ക്. ഉണങ്ങി കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആണോന്നൊന്നും അറിയത്തില്ല. ഇത് കുഞ്ഞു ഈറ്റകളാണ്.
ഇതിൻ്റെ വലിയത് താഴെ ഞാൻ ആദ്യം കാണിച്ച പോലെ വലിയ കുളമ്പ് ഉണ്ടായി വരുന്നുള്ളൂ. നമ്മുടെ സാധാരണ ഈറ്റ പോലെ സ്ട്രോങ് ഈറ്റയാണോന്ന് അറിയില്ല. ആദ്യമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇത് മുളച്ച് വന്നുള്ളൂ. മുളച്ച് വന്നിട്ട് ഞാൻ ചുമ്മാ ഇപ്പോൾ കൈവരാശം കാറ്റും മഴയത്ത് കാറ്റിട്ട് പിടിച്ച് ഒലഞ്ഞു പോയി. അപ്പോൾ അപ്പുറത്തേക്ക് ചാഞ്ഞ് നിൽക്കുമായിരുന്നു. അത് വെട്ടി മുറ്റത്തിട്ടിട്ടുണ്ട്. കട്ടി കുറവാണ് ഈറ്റയ്ക്ക്. നമ്മുടെ സാധാ ഈറ്റയ്ക്ക് അത്യാവശ്യം കട്ടിയുണ്ടല്ലോ. നമ്മൾ ഷെഡ് കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന പച്ച ഈറ്റയ്ക്ക് ഇതിന് കട്ടി കുറവാണ്. തന്നെ കനവും കുറവുണ്ട്. ഒരു ഈറ്റ നല്ല ഹൈറ്റുള്ള ഈറ്റയ്ക്ക് കനവും കുറവുണ്ട്. ഇതാണ് വെട്ടിയ ഈറ്റയുടെ കഷ്ണം. ഇതുണ്ടോ, കട്ടി കുറവാണ് തീരെ. ഈറ്റയ്ക്ക് കട്ടിയില്ല. പൊളിയൊക്കെ എടുക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. കാലം ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് മഞ്ഞ ഈറ്റ. അതുകൊണ്ടാണ് നമ്മുടെ പറമ്പിൽ കൊണ്ട് നട്ടുവെച്ചിട്ട് ഒന്ന് രസം കാഴ്ചയ്ക്കാണെങ്കിലും കൊള്ളാലോ. ഉണ്ടോ, തീരെ കട്ടി കുറവാണ് ഈറ്റയ്ക്ക്. ഞാൻ കുറേ വെട്ടിയിട്ട് മുറ്റത്ത് കൊണ്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതും കൂടെ നോക്കാം. നല്ല നീളമുള്ളതാണ്. ഇതാട്ടോ മുറ്റത്ത് വെട്ടിക്കൊണ്ടിട്ടിരിക്കുന്ന ഈറ്റ. പിള്ളേരത്തിൽ 2 വണ്ടിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവരുടെ കളിവണ്ടിയാണ്. പക്ഷെ നല്ല നീളമുണ്ട്, അങ്ങ് ഹൈറ്റുണ്ട്. തോട്ടിയായിട്ട് ഉപയോഗിക്കാൻ കൊള്ളാമോയെന്ന് അറിയത്തില്ല. നോക്കണം ഉണങ്ങിക്കഴിഞ്ഞ്. ഇത്ര ഹൈറ്റുണ്ട് ഈറ്റയ്ക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.